കൃപയിൽ ശക്തനാകുക. 2 തിമോഥെയോസ് 2-ാം അധ്യായം 1-ാം വാക്യം. എൻ്റെ മകനെ, ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ജീവിതത്തിലെ ഏറ്റവും ദുർഘടമേറിയ സമയത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ നിജപുത്രനായ തിമോഥെയോസിന് നൽകുന്ന ഏറ്റവും ശക്തമായ പ്രബോധനമാണ് എൻ്റെ മകനെ, ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്നത്. നിൻ്റെ കഴിവിലോ സാമർഥ്യത്തിലോ അല്ല, ദൈവകൃപയിൽ ശക്തിപ്പെടുക. ക്രിസ്തീയ ജീവിതം സ്വയം പരിശ്രമത്തിൻ്റെ യാത്രയല്ല. നമ്മുടെ പരാജയങ്ങൾ നമ്മെ തളർത്താതെ താങ്ങി നിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ ദൈവകൃപയിൽ നാം ജീവിക്കണം. ദൈവകൃപ എന്നത് നമ്മെ രക്ഷിക്കുന്ന ശക്തിയാണ്, ധൈര്യപ്പെടുത്തുന്ന ശക്തിയാണ്, നമ്മിൽ ജയം നൽകുന്ന ശക്തിയാണ്. എല്ലാ ദിനവും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നതാണ് ദൈവകൃപയിൽ ശക്തിപ്പെടുക എന്നതിൻ്റെ അർത്ഥം. ശുശ്രൂഷയിലും ജീവിതത്തിലും അപ്പോസ്തലനായ തിമോഥെയോസിന് നിരവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരിക്കലും സ്വന്തം ശക്തിയിൽ പിടിച്ചു നിൽപ്പാൻ കഴിയില്ല എന്ന് പൗലോസ് അപ്പോസ്തലന് അറിയാമായിരുന്നു. അതിനാലാണ് ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയുന്നത്. പരാജയങ്ങൾ നമ്മെ തളർത്തിയേക്കാം, എന്നാൽ കൃപയിൽ ശക്തിപ്പെടുന്നവൻ വീണ്ടും എഴുന്നേൽക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിരാശപ്പെട്ടു പോകാതെ കൃപയിൽ ആശ്രയിച്ചാൽ നാം പരാജയപ്പെട്ടു പോകില്ല.